പരിശ്രമത്തിലൂടെ പലതും നേടിയെടുത്ത് സമൂഹത്തിൻ്റെ ഒരുപാട് നല്ല സന്ദേശങ്ങൾ കൈമാറി കാരുണ്യത്തിൻ്റെയും മറ്റുമായി പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട ഹംസക്കയാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട്. ചില മനുഷ്യരുണ്ടല്ലോ, പോലെ നടന്നു പോകുന്ന വഴി അവിടെ പോലെ കാൽപാദങ്ങൾ സൃഷ്ടിച്ചിട്ട് അവർ പോകാറുണ്ട്. ചിലരുടെ നടത്തം അടയാളപ്പെടുത്തിക്കൊണ്ട്, ചിലര് അങ്ങനെ തന്നെ മാഞ്ഞു പോകും. പക്ഷെ ചിലര് വ്യത്യസ്തമായിട്ട് നിൽക്കന്നെ ചെയ്യും. അവർ നടന്നു പോയാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യന്റെ മുന്നിലാണ് ഞങ്ങളുള്ളത് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ്. അപ്പോ നിങ്ങളെ ചരിത്രം ഒരാദ്യം മുതൽ നമ്മുടെ സമൂഹം അറിയാത്ത കുട്ടികളുണ്ട്, അറിയുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അറിയാത്തവർക്കായിട്ട് നിങ്ങളൊന്ന് വിവരിക്കണം. എനിക്ക് കൃഷിയായിട്ടാണ് ഏറെ ബന്ധം. വളരെ കൊച്ചുനാളിൽ തന്നെ, അതായത് ബാപ്പയുള്ള കാലത്ത്, ബാപ്പ ഇവിടെ ഒരു അറിയപ്പെടുന്ന ഒരു കൃഷിക്കാരനായിരുന്നു. അപ്പൊ ആ കൃഷി ബാപ്പയുടെ പിറകെ പോയി ആ കൃഷിയൊക്കെ കണ്ടുപിടിക്കുകയും അതുപോലെ അതോടൊപ്പം സഹായിക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്കൂളെ വിട്ടു വന്നു കഴിഞ്ഞാൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴിവിലുണ്ട്. അതിനോടാണ് എനിക്ക്, അങ്ങനെയാണ് എൻ്റെ കൃഷിയോടുള്ള താല്പര്യം വരുന്നത്. ഞങ്ങൾ 5 പേരാണ്, ഒരു പെണ്ണും ബാക്കി 4 ആണും വന്ന് അവരൊക്കെ ബിസിനസ്സിന് കോഴിക്കോട് പോകുമ്പോൾ ഞാനിവിടെ കൃഷിയും കാര്യങ്ങളായിട്ട് നോക്കി നടത്തിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഏകദേശം ഒരു 2002 അങ്ങനെ ജൈവ കൃഷിന്റെ ഒരു അവാർഡ് കിട്ടിയിരുന്നു. അതെനിക്ക് മറക്കാനാവാത്ത, അതിൻ്റെ ഒരു അധ്വാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ കാണുന്നത്, കഷ്ടപ്പാടിൽ. പിന്നെയുള്ളത് പ്രത്യേകിച്ച് ചെയ്യുന്നത് എൻ്റെ തെങ്ങ് കൃഷിയാണ്. തെങ്ങ് കൃഷി എന്ന് പറയുമ്പോൾ തടമെടുക്കാണ്ട്, തടം മൂടാണ്ട്, കൊത്തും കളിയില്ലാതെ കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുക. കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, കൂടുതൽ തേങ്ങക്ക് തൂക്കം കിട്ടുന്ന രൂപത്തിൽ. നിങ്ങൾക്ക് എൻ്റെ ഉണ്ടായിരുന്നു, അതിൽ ഫോക്കസ് മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷം മുമ്പേ. അതായിരുന്നു എൻ്റെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ എനിക്ക് മറ്റുള്ള കലകളോടൊക്കെ ഉള്ള ഒരു താല്പര്യമുണ്ട്. നേരത്തെ തന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ കളരിയൊക്കെ. അല്ലല്ല, മകനിപ്പം വെളിയിലാണ്. അവർ ബ്ലാക്ക് ബെൽറ്റ് ഒന്നും ആയിട്ടില്ല. ഓരോരുത്തരുടെ താല്പര്യം ഇല്ലായ്മ കൊണ്ടാണ് അവരൊക്കെ വേറെ പോയത്. കളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ക്ലാസ്സിലൊക്കെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആര് മജീഷ്യനാണ്, അതൊക്കെ മാജിക് ഒക്കെ ചെയ്തു. ഇപ്പം കണ്ടില്ലേ, ഉണ്ടായിരുന്നു എൻ്റെ മന്ദിർ. പിന്നെ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെന്റലിസം പ്രാക്ടീസ് ചെയ്യാണ്. അതാണിപ്പോ ഞാൻ ഊന്നൽ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ എസ്കേപ്പ് ഒക്കെ ചെയ്യാം, വാട്ടർ എസ്കേപ്പ്, കൈകാല് ചങ്ങലൊക്കെ ഇട്ട് പൊട്ടിയിട്ട് വെള്ളത്തിലേക്ക് ചാടിയിട്ട് അതിന് എസ്കേപ്പായിട്ട് വരുന്നത്. അത് മാജിക്കിന്റെ ഒരു വലിയൊരു അപകടം പിടിച്ച ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഫയർ എസ്കേപ്പ്, ഇതൊക്കെ, അതായത് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അത്രയാണ് ആവശ്യമായിട്ട് എനിക്കുള്ളത്. പിന്നെ നമ്മള് കഴിഞ്ഞ വർഷം കോട്ടക്കലുള്ള കുട്ടികളുമായിട്ട് വന്നിട്ട് ഈ സ്കൂളുകളിലെ NSS 1000 കണ്ടൽക്കാട് വെച്ചു. പിന്നെ തുറശ്ശേരിക്കടലിന്റെ 2 ഭാഗങ്ങളിലായി ഫലവൃക്ഷങ്ങള് ഒരു 10-18 വർഷമായിട്ട് വെച്ച് കഴിഞ്ഞതാണ്. ഒരു 10 വർഷത്തോളം അതിന്റെ കായ്ഫലങ്ങള് ആളുകൾ, പരിസരവാസികള് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അതാർക്കും എടുത്തു കൊണ്ടുപോവാം. ഇപ്പൊ നമുക്ക് പോയാൽ കാണാം, അത് ചക്ക വളഞ്ഞുകൊണ്ടിരിക്കുക. 10-12 ചക്കയുണ്ട്. ഇന്നലെ അതിന്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. ചക്ക പറിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കൃഷി ഓഫീസറൊക്കെ വന്നിട്ടായിരുന്നു അതിന്റെ ഉദ്ഘാടനം. നല്ല ചുവന്ന ചക്ക. അതാണുള്ളത്. അതോടൊപ്പം ഈ പുതിയ തലമുറക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം? പുതിയ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ, പുതിയ തലമുറ ഒന്നും കൃഷിയിൽ ഇറങ്ങുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അവര് ഫോണുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു സമയമെങ്കിലും നമുക്ക് ഇതിനൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പുതിയ പ്രകൃതിയോടൊത്ത് ജീവിക്കാനുള്ള തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോ ഈ വരൾച്ച വരുമ്പോ പക്ഷികൾക്ക് കുടിനീര് കൊടുക്കുക, ആ രൂപത്തിലേക്കല്ല ഇപ്പൊ കുട്ടികളെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക്. കാരണം വീട്ടിൽ ആരും ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതോടൊപ്പം പിന്നെ കാരുണ്യ മേഖലയിൽ സജീവമായ കാരുണ്യ മേഖല തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് സഹജീവികൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്, നമ്മുടെ സമയം, കുറച്ച് സമയം എപ്പോഴെങ്കിലും ഒരാഴ്ച കൂടുമ്പോൾ 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 10 വീടുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവിടെ ഒരു വീട് ഉണ്ടെങ്കിലായി. ആ ഒരു വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ അത് വളരെയേറെ ഫലപ്രദമാണ്. അപ്പൊ നമ്മൾ സമയം കുറച്ച് പൈസ കൊടുക്കുക, സമയത്തിലുണ്ടെങ്കിൽ സമയം നമുക്ക് കുറച്ച് അതിന് മാറ്റി വെച്ച് കൊടുക്കുക. അതൊരു വല്ലാത്തൊരു, എന്താ പറയാ, ഒരു ആത്മസംതൃപ്തി തീർച്ചയായിട്ടും നമുക്ക് അതാണ്. അത് നമ്മൾ അവരുള്ള ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കുള്ള ഒരു ആശ്വാസമോ അല്ലെങ്കിൽ അവരെ പുഞ്ചിരിയും, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
നല്ലൊരു വെള്ളമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാല് ഒരു 10-20 വർഷം മുമ്പ് എൻ്റെ മകളെ തന്നെയായിരുന്നു അത്. ശരി, അവര് 3-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു അതിന്റെ അവരെ സ്കൂളിലൊരു വാർഷികമായിട്ട് തുറശ്ശേരിക്കടവ് പാലത്തിന്റെ അടിയിൽ ഒരു ജലശയനം, അതായത് വെള്ളത്തിന്റെ മുകളിൽ കിടക്കുക, കിടന്നുകൊണ്ട് തന്നെ പാട്ട് പാടുക, പത്മാസനം അതുപോലെയുള്ള ആസനങ്ങളൊക്കെ ചെയ്യുക. ഇത് ഞാൻ വളരെ മുമ്പ് തന്നെ അത് പഠിച്ചു, എൻ്റെ മക്കളെ പഠിപ്പിച്ചു. ഇപ്പം ഞാനും ചെയ്തു വരുന്നതാണ് ആ ഒരു വിഷയം. അതിൽ നമുക്ക് ബോഡിയുടെ ഉള്ളിൽ എയർ ഫില്ല് ചെയ്യണം, അങ്ങനെയാണ് അതിന്റെ പ്രാക്ടീസ്. അതൊരു യോഗയാണ്, അതിൽ വേറൊരു മാജിക് ഒന്നുമില്ല. ശ്വസിക്കുന്നു, നമ്മൾ ഉള്ളിലോട്ട് വലിച്ചിട്ട് ബോഡീൻ്റെ ഉള്ളിൽ എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയങ്ങൾ അത് ഒരു മാസത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും പൊങ്ങിക്കിടക്കും. പിന്നെ കൃഷി ജീവിത രീതിയാണെന്ന് തോന്നുന്നു അല്ലെ? എന്താണ് ഈ ഒരു പ്രത്യേക, ഞങ്ങളൊന്നും ഈ പ്രദേശത്ത് കാണാത്ത ഒരു പഴമാണ്, പഴവർഗത്തിൽപ്പെട്ട സാധനം. ഇത് ആത്തവർഗത്തിൽപ്പെട്ട റോളീനോ എന്ന് പറയും. ഇതിൽ 5-6 ഇനങ്ങളുണ്ട് ഇതില്. അതില് ബെസ്റ്റ് ആണത്. ഇത് നല്ല പച്ച കളറായിരിക്കും ആദ്യം വരുമ്പോ, പിന്നെ അത് മൂത്ത് അങ്ങനെ വരുന്നതാണ് നല്ല കളറായിട്ട് യെല്ലോ കളറായിട്ട് വരുന്നത്. ഇതിപ്പോ നിങ്ങൾ വന്നപ്പോ അവിടുന്ന് പറിച്ചതാണ്, നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട്. നല്ല സൂപ്പർ മധുരാത്. വീടിന്റെ തൊട്ടടുത്തൊക്കെ വീട്ടിൽ ഇതായിപ്പോ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ 2 മാസം മുമ്പേ ഒരു പാമ്പ് കയ്യിലായിരുന്നു. അപ്പൊ ആ പിള്ളേർ ഇവിടെ വന്ന് വിളിച്ചു എന്നെ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കി, മൂർഖനായിരുന്നു അത്. മൂർഖനാ, ഒരു അല്ലാണ്ട് പോയി മൂർഖനാന്നുള്ള അവരറിയില്ലായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് നമ്മളെ ഫ്രിഡ്ജിന്റെ ട്രേയിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞാൻ തട്ടി നോക്കുമ്പോഴാണ് ഉടനെ മൂപ്പര് പണം വെളുത്തി അതിനെ തട്ടി പതുക്കെ ഒരു സൈഡിലോട്ടാക്കി ചാക്ക് വെച്ച് ചാക്കിലോട്ട് കയറ്റി ഞാൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് പിന്നെ അത് കൂടാതെ ഒരു 8-10 വർഷത്തിന് മുമ്പ് വലിയൊരു പെരുമ്പാമ്പായിരുന്നു. അത് ഇതുപോലെ തന്നെ വീട്ടിൽ കയറി അവര് നിലവിളിച്ച് വരച്ച് നമ്മൾ ചെന്നു, അതിനെ പിടിച്ച് ജാടിയിലിട്ട് അന്നതിന് ശേഷം ഫോറസ്റ്റുകാർ പേര് അറിയിച്ചിട്ട് അവര് കൊണ്ടുപോവുകയും ചെയ്തു. അതൊരു 8-10 അടി നീളമുണ്ട്. നമ്മുടെ അംസക്കയുടെ നാട്ടുകാർ തുറശ്ശേരിക്കവലെ ബാബുവേട്ടനാണ്. ബാബുവേട്ട, ചക്ക വളരെ വളരെ ചെറിയ തൈ ചക്ക, എന്തായിരുന്നു അതിന്റെ പേര്? ആയൂർ ചാക്കിന്റെ ചക്ക ഇഷ്ടംപോലെ നാട്ടുകാർക്കൊക്കെ ആയി നിൽക്കാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ നല്ല അഭിപ്രായമാണ്. കാരണം വെച്ചാല് ഒരുപാട് കാര്യങ്ങള് ഹംസ ചെയ്തിട്ടുണ്ട്. അത് ഈ തണൽ മരങ്ങളും ഈ ആവും, പിന്നെ അങ്ങനെ തന്നെ പല വൃക്ഷങ്ങളും കംപ്ലീറ്റും പിന്നെ ഹംസന്റെ നേതൃത്വത്തിൽ നമ്മളൊക്കെ കൂടിയാണ് ചെയ്തത്, നാട്ടുകാരൊക്കെ കൂടിയാണ് ചെയ്തത്. അതില് നാട്ടുകാരെ തിരക്കുള്ളൊരു പങ്കുണ്ട്. അത് തുടർന്നും ഉണ്ടാകും. എല്ലാ നല്ല കാര്യങ്ങൾക്കും പിന്നെ നാട്ടുകാരുടെ പിന്തുണയുണ്ട്. ഇതിന്റെ മേലിന്ന് മാങ്ങ പറിക്കലാണ് എന്റെ സ്ഥിരം ഹോബി. വലിയ മാങ്ങയാണ്. അത് ഇപ്പൊ കൊണ്ടുപോട്ടോ, ഇപ്പൊ കൊണ്ടുപോകും വന്നിട്ട്. അത് എല്ലാരും നമ്മളിവിടുന്ന് പറിക്കുന്ന പറഞ്ഞാൽ അപ്പോഴേക്കും വണ്ടിക്കാര് വരും, വണ്ടിക്കാര് നിർത്തൂ, പിന്നെ അവര് ചോദിക്കുന്ന നേരത്തെ അവർക്ക് കൊടുക്കൂ, പിന്നെ പറിക്കുന്ന എനിക്ക് 2 എണ്ണ കിട്ടലുള്ളൂ കേട്ടോ. അത്ര കിട്ടലുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും വന്ന്, അത് വെറുതെ പറഞ്ഞല്ല, ഇത് യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ അത് ഇവർക്കറിയാം, പറിക്കുന്ന എനിക്കൊന്നും ഉണ്ടാകില്ല. ഞാൻ വെറുതെ അധ്വാനിച്ച് പറിച്ചിടുക എന്നല്ലാണ്ട് ഒരു കൊണ്ടു അതിൽ 1-2 എടുത്തിട്ട് ഞാനും പോകും.